ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കാതെ സ്ത്രീ സുരക്ഷാ പദ്ധതി തുടരില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുൻ സർക്കാരിന്റെ അവസാന മാസത്തിൽ പദ്ധതി കൊണ്ടുവന്നത് സ്ത്രീകളെ പറ്റിക്കാനാണെന്നും തോന്നും പടിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. കെ സ്മാർട്ട് പരിശോധനയ്ക്ക് ശേഷമാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയതെന്നും പദ്ധതി അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും പ്രതിപക്ഷം വിമർശിച്ചു. ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കാതെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി മുന്നോട്ടില്ല എന്നതാണ് UDF സർക്കാരിന്റെ സമീപനമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മറുപടി. ഗുണഭോക്തൃ പട്ടിക സംബന്ധിച്ച് പരാതിയുണ്ട്. മറ്റു പെൻഷൻ വാങ്ങുന്നവരാണോ എന്നുപോലും പരിശോധിക്കാതെയാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. 120 മാസം ഭരിച്ചിട്ട് സ്ത്രീകളോട് സ്നേഹം വന്നത് അവസാന സമയത്ത് ആ ഇലക്ഷൻ വരുമ്പോൾ, അതുകൊണ്ട് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയത് മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്നും തെറ്റുണ്ടെങ്കിൽ തിരുത്താതെ പദ്ധതിയാകെ നിർത്തുന്നത് ശരിയല്ലെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം. ഇക്കാര്യത്തിൽ എന്താണ് ഈ പദ്ധതി തുടരുന്നതിനുള്ള വിയോജിപ്പ്? സർ, ഇപ്പോഴും ഈ പദ്ധതി തുടരും എന്ന് അസന്ദിഗ്ധമായി അദ്ദേഹം പറയുന്നില്ല. ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കാതെ പദ്ധതി തുടരില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. ഇതിൽ പ്രതിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം പതിവനുസരിച്ചുള്ള ഇറങ്ങിപ്പോക്കിന് തയ്യാറായില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.